ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഐഫോൺ 15+ൻ്റെ നെഗറ്റീവ്സ് മാത്രമല്ല. ഞാനൊരു 10-12 കൊല്ലമായിട്ട് ആൻഡ്രോയിഡ് ഫോൺസ് മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഞാൻ പെട്ടെന്ന് ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്തപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള തലവേദനകൾ കൂടി ഞാൻ ഇതിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഫസ്റ്റ് തിങ് ഇതിൻ്റെ കളറാണ്. ഞാൻ ബ്ലൂ ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്ലൂ ആണോ വൈറ്റ് ആണോ ഗ്രേ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കളറായിട്ട് എനിക്ക് തോന്നി. അവിടെ തന്നെ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി. പക്ഷെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ കേസൊക്കെ ട്രാൻസ്പാരൻ്റ് അല്ലാത്തത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പിന്നെ ഏത് കളറായാലും നമുക്ക് വലിയ കുഴപ്പമില്ല. രണ്ടാമത്തെ ഒരു തലവേദനയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ ഓവർ ഹീറ്റിംഗ് ആണ്. ഐഫോൺ കിട്ടിയിട്ട് ഒരു 1-2 ആഴ്ചയൊക്കെ ഞാൻ കേസ് ഇല്ലാതെയാണ് യൂസ് ചെയ്തത്. അതും ആദ്യമായി കിട്ടിയ ആക്രാന്തത്തിൽ ഞാൻ ഒരുപാട് നേരം ഫോൺ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ദിവസവും വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഐഫോൺ ചൂടായിട്ടുള്ള സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം ഈ ഫോണിൽ ഇല്ല എന്ന് എനിക്കപ്പോൾ തോന്നിയിട്ടുണ്ട്. നമ്മൾ കേസ് ഇട്ടിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ അത്രയും അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ കേസ് ഇല്ലാതെ ഞാനത് ഒരുപാട് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഐഫോൺ എന്നാൽ പൈസയാണ്. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ആൻഡ്രോയിഡ് ഫോണിന് ഇപ്പോൾ ഒരു 400-600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി കേസസ് ഒക്കെ കിട്ടും. പക്ഷേ ഐഫോണിന് ഒരു നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അതാണ് ഞാൻ ഡീൽ ചെയ്തിട്ടുള്ള അടുത്തൊരു പ്രോബ്ലം. ഇതിപ്പോൾ ഇങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങുമ്പോൾ മാത്രമല്ല, നമ്മൾ ആൻഡ്രോയിഡ് ഫോൺസിൽ ഉപയോഗിക്കുന്ന പല ആപ്പുകളും ഇവിടെ പെയ്ഡ് ആയിരിക്കും. ചിലപ്പോൾ എക്സ്ട്രാ സെക്യൂരിറ്റി ഒക്കെ കൊടുക്കുന്നത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന ഒരു ലാഘവത്തോടെ ഐഫോൺ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അഞ്ചാമതായി ഞാൻ നേരിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ സൗണ്ട് തന്നെ ഞാൻ എക്കോ അടിച്ച് കേൾക്കുക ഫോൺ ചെയ്യുമ്പോൾ. അതും റെഗുലർ ആയിട്ടല്ല, ഇടയ്ക്കൊക്കെ. അത് സർവീസ് സെൻറ്ററിൽ നിന്ന് പറഞ്ഞത് അത് സിമ്മിൻ്റെ പ്രോബ്ലം ആണ് എന്നാണ്, അത് ഫോണിൻ്റെ പ്രോബ്ലം ആയിരിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ഞാൻ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം എനിക്ക് അധികം ഫീൽ ചെയ്തിട്ടില്ല. ഇത് എനിക്ക് ഈ ഒരു 4 മാസത്തിനുള്ളിൽ തന്നെ ഒരു 6-7 തവണ എനിക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. നാലാമതായിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടിയാണ്, ഞാൻ ഫോൺ വാങ്ങിച്ച് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ ഫ്ലാഷ് വർക്ക് ചെയ്യുന്നുണ്ടായിട്ടില്ല. അത് ഞാൻ പിന്നീട് സർവീസ് സെൻറ്ററിൽ പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞത് വേറെ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല, പക്ഷേ സോഫ്റ്റ്വെയർ ഒന്ന് സിസ്റ്റം ത്രൂ അപ്ഡേറ്റ് ചെയ്താൽ മതി എന്നാണ്. അത് കഴിഞ്ഞതോട് കൂടിയിട്ട് ആ പ്രശ്നം സോൾവ് ആയി. പക്ഷേ ഈ സോഫ്റ്റ്വെയർ സിസ്റ്റം ത്രൂ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ വാറണ്ടി പീരീഡിലാണെങ്കിൽ കുഴപ്പമില്ല, ഫ്രീ ആയിരിക്കും. ആ വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 2000 rupees കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഫോണിൽ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ബഗ്സ് ഉണ്ടെങ്കിൽ അത് അവിടെ ഹിഡൻ ആയി എടുക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് ആ സർവീസ് സെൻറ്ററിലെ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത വർഷം തൊട്ട്, അടുത്ത സീരീസ് തൊട്ട് ഐഫോൺ പറഞ്ഞിട്ടുണ്ട് AI ബേസ്ഡ് ആപ്സുകളൊക്കെ ഒരുപാട് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ ഫോണിൽ AI റിലേറ്റഡ് ആപ്സുകൾ വളരെ കുറവാണ്. ChatGPT ഒക്കെ ഉണ്ട്, എന്നാൽ അത്ര പ്രിസൈസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ ആണെങ്കിൽ ഒരുപാട് AI റിലേറ്റഡ് ആപ്സ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ട്. അവസാനമായിട്ട് ഞാൻ ചെയ്തൊരു മണ്ടത്തരമായി എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള ഒന്നാണ്, ഞാൻ ഐഫോൺ 15+ 128GB ഫോണാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ബാക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഇനഫ് സ്റ്റോറേജ് സ്പേസ് ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വാങ്ങുമ്പോൾ മാക്സിമം 258GB അല്ലെങ്കിൽ 512GB വാങ്ങാനായിട്ട് ട്രൈ ചെയ്യണം. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഇതുപോലെ യൂട്യൂബ് വീഡിയോസൊക്കെ ഐമൂവീസൊക്കെ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ. സത്യം പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ കുറച്ച് ക്യാഷ് സേവ് ചെയ്യാമെന്ന് കരുതിയാലും പിന്നീട് നമ്മൾ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ അഡീഷണൽ പൈസയൊക്കെ കൊടുത്ത് സ്റ്റോറേജ് സ്പേസ് വാങ്ങേണ്ട ഒരു അവസ്ഥ വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.